ഇന്ന് നമുക്ക് ഒരു ഹാമ്പറിലേക്ക് വേണ്ടി ചോക്ലേറ്റ്സും ഫ്ലവേഴ്സും അറേഞ്ച് ചെയ്താലോ. അതിനുവേണ്ടി ഞാൻ ഫസ്റ്റ് ഒരു ഒയാസിസ് എടുത്തു. അതിൽ നമ്മുടെ ഹാമ്പറിന് മാച്ച് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് ഞാൻ ഫസ്റ്റ് സെറ്റ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് ഒരു പിങ്ക് പ്ലസ് വൈറ്റ് കളറിലുള്ള ഒരു ഹാമ്പറാണ്. സോ ആ ഒരു തീമിൽ തന്നെയാണ് ഞാൻ ഫ്ലവേഴ്സും എടുത്തിട്ടുള്ളത്. ഫ്ലവേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം ചോക്ലേറ്റ്സ് എടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബാംബൂ സ്റ്റിക്സാണ് യൂസ് ചെയ്യുന്നത്. അത് ഫസ്റ്റ് ഗ്ലൂ ഗൺ വെച്ച് അപ്ലൈ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുക. പിന്നെ ഞാൻ ടേപ്പും കൂടി വെച്ച് ഫിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ ചോക്ലേറ്റ്സും ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് നമ്മൾ ചെയ്ത് വെച്ച ഫ്ലവർ ബൊക്കയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓരോന്നായിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്താൽ മതി. നല്ല ഉറപ്പോടുകൂടി തന്നെ അവിടെ നിന്നോളൂ കേട്ടോ. ഇതൊന്നുകൂടെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനിതിൽ ഗോൾഡൻ ബോൾസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും കൂടെ കാണാൻ രസമില്ലേ. അടുത്തതായിട്ട് ഇതിൻ്റെ ആ ഒരു സ്പോഞ്ച് ഭാഗം ഹൈഡാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്സ് എടുത്തിട്ട് ഇതിനെ ടോട്ടലി ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ അതിൽ കേക്ക് വെക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എലമെൻറ്റ്സിലേക്കോ അതിൻ്റെ സ്പോഞ്ചിൻ്റെ പൊടികൾ കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ. സോ ഞാൻ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ച് അത് ടോട്ടലി കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് താഴെ ഡബിൾ സൈഡഡ് ടാപ്പ് വെച്ചിട്ട് നമുക്കിതാ ബോർഡിൽ സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ കംപ്ലീറ്റ് ലുക്ക് ഞാനിതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഹാമ്പറിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്ക്സ് കമൻ്റായിട്ട് അറിയിക്കുക. ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക.